നമസ്കാരം. ക്രിയേറ്റീവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് അണ്ണാമലൈ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ B.A.Sociologyയിലെ ഇംഗ്ലീഷിൽ യൂണിറ്റ് 4 ലെസൺ 4 ആണ്. ഹെലൻ കെല്ലറാണ് ലെസൻ്റെ പേര്. പാട്രിക് പ്രിങ്കിളാണിത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ദിസ് എസ്സേ വാസ് റിട്ടൺ വാസ് പാട്രിക് പ്രിങ്കിൾ. ഇൻ ദിസ് എസ്സേ പാട്രിക് പ്രിങ്കിൾ ഗിവ്സ് ഗ്രാഫിക് അക്കൗണ്ട് ഓഫ് വൺ ഓഫ് ദ മോസ്റ്റ് റിമാർക്കബിൾ വുമൺ ദ വേൾഡ് ഹാസ് എവർ സീൻ ഇൻ ഹെലൻ കെല്ലർ. അപ്പോൾ ഈ എസ്സേയിൽ ഈ പാട്രിക് പ്രിങ്കിൾ ഈ ഒരു എസ്സേയിൽ നമുക്ക് കാണിച്ചു തരുന്നത്, വ്യക്തമാക്കി തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു റിമാർക്കബിൾ വുമൺ, ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു റിമാർക്കബിൾ വുമണിനെ കുറിച്ച്, ഹെലൻ കെല്ലറെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഷി വാസ് ഡബ് ആൻഡ് ബ്ലൈൻഡ്. അപ്പോൾ ഹെലൻ കെല്ലർക്ക് എന്തായിരുന്നു? ചെവി കേൾക്കില്ലായിരുന്നു, കണ്ണും കാണില്ലായിരുന്നു. ഇൻ സ്പൈറ്റ് ഓഫ് ഹെർ ഫിസിക്കൽ ചാലഞ്ച് ഹി ലേൺസ് ടു സ്പീക്ക് ആൻഡ് റൈറ്റ്. അപ്പോൾ ഇത്രയും ശാരീരികമായുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും അവരെന്ത് ചെയ്തു? എഴുതാനും വായിക്കാനും പഠിച്ചു. ഹെലൻ ആദംസ് കെല്ലർ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് റിമാർക്കബിൾ വുമൺ ദ വേൾഡ് ഹാസ് എവർ സീൻ. അപ്പോൾ ഈ ലോകത്തെ കാണാൻ കഴിയാത്ത ഒരു വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു ഹെലൻ കെല്ലർ. ഷീ വാസ് ബോൺ ഓൺ 27th June 1818 ഇൻ ടസ്കൂംബിയ, എ സ്മോൾ ടൗൺ ഇൻ നോർത്തേൺ അലബാമ. അപ്പോൾ നോർത്തേൺ അലബാമയിലുള്ള ഒരു ചെറിയൊരു ടൗണായ ടസ്കോമിയയിലായിരുന്നു അവർ ജനിച്ചത്. 1880 ജൂൺ 27 ഹെലൻ കെല്ലർ ജനിക്കുന്നത്. ഷി വാസ് എ നോർമൽ ചൈൽഡ് അപ് ടു 19 months ആൻഡ് വാസ് ആക്റ്റീവ്, വിഗറസ് ആൻഡ് സെൽഫ് അസേർട്ടീവ്. അവർ 19 മാസം പ്രായമുള്ളപ്പോൾ വരെ സാധാരണ ഒരു കുട്ടിയെ പോലെ തന്നെ വളരെ ആക്റ്റീവായിട്ടും വളരെ എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായി സാധാരണ ഒരു കുട്ടിയെ പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സ്ട്രൈക്കൺ വിത്ത് ഫീവർ ഷീ ബിക്കം സോ ഇൽ ദാറ്റ് ദ ഡോക്ടേഴ്സ് തോട്ട് ഷീ വുഡ് ഡൈ. അപ്പോൾ ഒരു ഫീവർ വന്നു, ഒരു പനി വന്ന് അവൾക്ക് തീരെ സുഖമില്ലാതെയായി. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ വിധി എഴുതി അവൾ മരിച്ചു എന്നാണ് വിധി എഴുതിയത്. Instead, she recovered, but the illness had deprived her forever of both hearing and sight. പക്ഷേ മരിച്ചില്ല, അവരെന്ത് ചെയ്തു? റിക്കവറായിട്ട് വന്നു. ആ ഇൽനെസ് പക്ഷേ അവർക്ക് നഷ്ടപ്പെടുത്തിയത് അവരുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയുമായിരുന്നു. ഷീ വാസ് ഓൾസോ ഡംബ്. അവൾ എന്തായിരുന്നു? പൂർണ്ണമായും കേൾവിയില്ലാത്ത ആളായി മാറി. ഹെർ ഓൺലി മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അതേഴ്സ് വാസ് ടു ടച്ച്. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ടച്ചിലൂടെയായിരുന്നു മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ഫ്രസ്ട്രേറ്റഡ് ബൈ ഹെർ ഇനേബിലിറ്റി ടു സ്പീക്ക് ഷീ ഗേവ് വേ ടു അൺകൺട്രോളബിൾ ഫിറ്റ്സ് ഓഫ് സ്ക്രീമിങ്. അപ്പോൾ അവൾക്ക് സംസാരിക്കാൻ കഴിയാത്തതിലുള്ള ആ ഒരു സങ്കടം, ആ ഒരു ഫ്രസ്ട്രേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അവൾക്ക് തീരെ അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഒരു അനിയന്ത്രിതമായിട്ടുള്ള ഒരു അലർച്ച ഉണ്ടാകുമായിരുന്നു. ഹെർ പേരൻസ് മെയ്ഡ് നോ അറ്റംപ്റ്റ് ടു കൺട്രോൾ ഹെർ. അപ്പോൾ പേരൻസ് എന്ത് ചെയ്തിരുന്നില്ല? അവളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു അറ്റംപ്റ്റ് അന്നേരം നടത്തിയിരുന്നില്ല. ബിക്കോസ് ദേ ലവ്ഡ് ഹെർ പ്രൊഫൗണ്ട്ലി. കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ അത്രയധികം സ്നേഹിച്ചിരുന്നു. മിസ് സുള്ളിവൻസ് എഫേർട്സ് ടു ട്രാൻസ്ഫോം ദ ലൈഫ് ഓഫ് ഹെലൻ കെല്ലർ. ഹെലൻസ് മദർ ഹാഡ് റീഡ് ചാൾസ് ഡിക്കൻസ് അമേരിക്കൻ നോട്ട്സ് ആൻഡ് വാഗ്യുലി റിമെമ്പേർഡ് ദ അക്കൗണ്ട് ഓഫ് ദ എഡ്യൂക്കേഷൻ ഓഫ് എ ബ്ലൈൻഡ് ആൻഡ് ഡെഫ് ഗേൾ ബൈ ഡോക്ടർ ഹോവ്. അപ്പോൾ ഹെലൻ്റെ മദർ ചാൾസ് ഡിക്കൻ്റെ അമേരിക്കൻ നോട്ട്സുകളൊക്കെ വായിക്കുമായിരുന്നു, റീഡ് ചെയ്യുമായിരുന്നു. റിമെമ്പേർഡ് ദ അക്കൗണ്ട് ഓഫ് ദ എഡ്യൂക്കേഷനും. അപ്പോൾ അതിൽ നിന്ന് അവർ ഓർത്തെടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ഡോക്ടർ ഹോവ്, ബ്ലൈൻഡായിട്ടും ഡെഫായിട്ടുമുള്ള ഒരു ഗേള്, അവർക്കുള്ള എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ അതിൽ ഉണ്ടായിരുന്നു. ബട്ട് ഡോക്ടർ ഹൗ ഹാഡ് ഡൈഡ് ഫോർ 4 years ബിഫോർ ഹെലൻ വാസ് ബോൺ. പക്ഷേ ഈ ഡോക്ടർ ഹവ് ഹെലൻ ജനിക്കുന്നതിന് 4 വർഷം മുൻപ് തന്നെ മരിച്ചിരുന്നു. ഹെലൻസ് പാരൻസ് വെർ ഇൻഫോംഡ് ദാറ്റ് ഡോക്ടർ ഹൗസ് വർക്ക് വാസ് ബീയിങ് ക്യാരീഡ് ഓൺ ഇൻ ദ പെർക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ഹിസ് സൺ ഇൻ ലോ. അപ്പോൾ ഹെലൻ്റെ പേരൻസ് അറിയാണ് ഈ ഡോക്ടർ ഹോംസിൻ്റെ വർക്ക്
ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പെർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അദ്ദേഹത്തിൻ്റെ സണ്ണിലോ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നു. ദേ കോൺട്രാക്റ്റഡ് പെർക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ഡയറക്ടർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കമെൻഡഡ് ആനി സുള്ളിവൻ ഹു വാസ് ടു ബി ഹെലൻസ് ഇൻസെപ്പറബിൾ കമ്പാനിയൻ ഫോർ ദ നെക്സ്റ്റ് ഹാഫ് സെഞ്ചുറി. അങ്ങനെ അവർ പെർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഡയറക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആനി സുള്ളിവൻ എന്ന് പറയുന്ന ഒരു കമ്പാനിയൻ നമ്മുടെ ഹെലൻ്റെ ജീവിതത്തിലെ ഒരു പകുതിയോളം അടുത്ത പകുതി കാലങ്ങളോളം ഒരു കമ്പാനിയനായിട്ട് ആനി സുള്ളിവൻ ഉണ്ടായിരുന്നു. മിസ് സുള്ളിവൻ വാസ് ഓൾസോ ബ്ലൈൻഡ് ഫോർ സം ടൈം ആൻഡ് ഹെർ ഐസൈറ്റ് വാസ് പാർഷ്യലി ഡിസ്ട്രോയ്ഡ്. അപ്പോൾ ആനി സുള്ളിവൻ എന്താണ്, ചില സമയങ്ങളിൽ തീരെ എന്തായിരിക്കും, കാഴ്ച ഉണ്ടായിരിക്കില്ല, അവരുടെ ഐസൈറ്റ് പാതി ഇല്ലാതെ ആയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. ഷി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് പെർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദെൻ ട്രെയിൻഡ് ടു ടീച്ച് ദ ബ്ലൈൻഡ്. അപ്പോൾ അവർ ആ പെർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് എഡ്യൂക്കേഷൻ നടത്തുന്നത്. അതുകൂടാതെ തന്നെ അവിടെയുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. മിസ് സുള്ളിവൻ ഓഫേർഡ് എ ഡോൾ ടു ഹെലൻ ആൻഡ് സ്പെൽറ്റ് ഇൻ ടു ഹെർ ഹാൻഡ് ദ ലെറ്റർ DOLL ഇൻ ദ ഡെഫ് ആൻഡ് ഡം ആൽഫബറ്റ്. അപ്പോൾ മിസ്റ്റർ സുള്ളിവൻ ഹെലൻ്റെ കയ്യിൽ ഒരു ഡോള് കൊടുത്തിട്ട് അവരുടെ കൈ കൊണ്ട്, അതായത് ഈ ഡെഫായിട്ടും ഡമ്മായിട്ടുള്ള ഊമകൾക്കും ബധിരരുമായിട്ടുള്ള അവരുടെ ഒരു പ്രത്യേക ഒരു ലിപിയുണ്ട്. ആ ലിപി വെച്ചിട്ട് DOLL ഡോൾ എന്ന് വായിക്കാനായിട്ട് പറയാനായിട്ട് ആവശ്യപ്പെടുന്നു. ദ ചൈൽഡ് അറ്റൻഷൻ വാസ് അറസ്റ്റഡ് ബൈ ഹിസ് അൺഫെമിലിയർ മെനോവറസ് ആൻഡ് ഷീ ട്രൈഡ് ടു ഇമിറ്റേറ്റ് ദ ഫിംഗർ മോഷൻ. അപ്പോൾ ഈ കുട്ടിയുടെ ഈ അറ്റൻഷൻ എടുക്കാനായിട്ട്, ശ്രദ്ധ അവിടെ പതിപ്പിക്കുക, അങ്ങനെ എന്താണ്, ആ ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലും കൂടെ എന്താണ് അവൾ വളരെയധികം ആ ഫിംഗർ വെച്ചിട്ട്, വിരലുകൾ വെച്ചിട്ട് ആ ഒരു അക്ഷരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. ഇറ്റ് വാസ് എ Herculean task for Miss Sullivan to teach the child because she could not control or discipline the impetuous temper of Helen. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള, വളരെയധികം കഷ്ടമുള്ള ഒരു ടാസ്ക്കായിരുന്നു ഈ മിസ് സുള്ളിവന് ഈ കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം എന്താണ്, ഈ ഹെലൻ്റെ ഈ ഒരു അമിതമായിട്ടുള്ള ഈ ഒരു ദേഷ്യവും ഒക്കെ എന്താണ്, ഈ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്വഭാവമായിരുന്നു. ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു യൂസ് ഫോഴ്സ്. അപ്പോൾ ഒരിക്കലും അവളെ എന്താണ് ഫോഴ്സ് ചെയ്തൊന്നും പഠിക്കാനായിട്ട് പറയില്ലായിരുന്നു. ദ ചൈൽഡ് വാസ് ടേക്കൺ ടു എ ലോൺലി കോട്ടേജ് ആൻഡ് സുള്ളിവൻ ടോട്ട് ഹെർ മോർ വേർഡ്സ്. അപ്പോൾ ഈ കുട്ടിയെ തനിച്ചൊരു കോട്ടേജിലായിരുന്നു താമസിപ്പിച്ചിരുന്നത്. അങ്ങനെ സുള്ളിവൻ അവിടെ അവർക്ക് എന്ത് ചെയ്യുന്നു, ഒരുപാട് വേർഡുകൾ പറഞ്ഞു കൊടുത്തിരുന്നു. The teacher took her to a water pump and made Helen hold the mug while she pumped water. അപ്പോൾ ഈ ടീച്ചർ എന്ത് ചെയ്യാണ്, ഈ കുട്ടിയെ എവിടേക്ക്, വാട്ടർ പമ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു മഗ് കയ്യിൽ കൊടുത്തിട്ട് അതിലേക്ക് വാട്ടർ പമ്പ് ചെയ്തു. As the water flowed over the mug and over the child's right hand, she spelt water into her hand. അപ്പോൾ ഈ മഗ് നിറഞ്ഞ് വാട്ടർ ഓവർഫ്ലോ ആയി ഈ കുട്ടിയുടെ വലത് കൈയിലേക്ക് വീണപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യാണ്, ആ കുട്ടിയുടെ ഹാൻഡ് കൊണ്ട് അവരുടെ ലിപിയിൽ വാട്ടർ എന്ന് പറയുന്നു. ഇങ്ങനെ ആ ഹാൻഡ് കൊണ്ട് ഇങ്ങനെ തൊട്ട് കാണിക്കുന്നു. ഹെലൻ ഡ്രോപ്പ്ഡ് ദ മഗ് ആൻഡ് സ്റ്റുഡ് ആസ് വൺ ട്രാൻസ്ഫിക്സഡ്. അപ്പോൾ ഹെലൻ ആ മഗ് കൊണ്ട് എന്താണ്, മഗ് താഴേക്ക് വീഴുകയും അങ്ങനെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയും ചെയ്തു. ദ ചൈൽഡ് വാസ് അൺഎക്സ്പ്രസബിളി ഹാപ്പി ബിക്കോസ് ദ മിസ്റ്ററി ഓഫ് ലാംഗ്വേജ് വാസ് റിവീൽഡ് ടു ഹെർ. അപ്പോൾ ഈ കുട്ടിക്ക് എന്താണ്, ഹാപ്പി എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നറിയില്ല, ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ അങ്ങനെ. അപ്പോൾ ആ കുട്ടിക്ക് അത് എങ്ങനെ വിവരിക്കണം എന്നുള്ള ആ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയില്ല. കാരണം ദ മിസ്റ്ററി ഓഫ് ദ ലാംഗ്വേജ് റിവീൽഡ് ടു ഹെർ, ആ ഒരു ഭാഷയുടെ ആ ഒരു മിസ്റ്ററി അവിടെ എന്താണ് വെളിപ്പെട്ടു, അവൾക്ക് മനസ്സിലായി. Sullivan did not teach the girl
ദ റൂൾസ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് ദ ഗ്രാമർ ഓഫ് ലാംഗ്വേജ്. സുള്ളിവൻ ആ കുട്ടിക്ക് എന്താണ് ഈ ഗ്രാമറിൻ്റെ, അതായത് ഈ ലാംഗ്വേജിൻ്റെ ഗ്രാമറോ അല്ലെങ്കിൽ ഡെഫിനിഷൻസോ അതിൻ്റെ റൂൾസോ ഒന്നും തന്നെ പഠിപ്പിച്ചിരുന്നില്ല. ഷീ മെയ്ഡ് ദ ചൈൽഡ് ലേൺ ബൈ ഇമിറ്റേഷൻ. ഈ കുട്ടി പിന്നെ അവൾ ആ കുട്ടിയെ എങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്? ഇമിറ്റേഷനിലൂടെയായിരുന്നു, ആംഗ്യങ്ങളിലൂടെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് മിസ് സുള്ളിവൻസ് മെത്തേഡ് വാസ് ദാറ്റ് ദ സ്റ്റുഡൻറ്റ് നോട്ട് ദ ടീച്ചർ ഷുഡ് ചൂസ് വാട്ട് വാസ് ടു ലേൺഡ്. അപ്പോൾ ഈ ഒരു പിന്നെ സുള്ളിവൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡായിരുന്നു അത്. അതായത് ഇത് പിന്നെ കുട്ടികളാണ് തീരുമാനിക്കുക, അല്ലാതെ ഈ ടീച്ചേഴ്സ് സെലക്ട് ചെയ്ത് പിന്നെ പഠിപ്പിക്കുന്ന രീതി ആയിരുന്നില്ല. കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടേതായിട്ടുള്ള ആ ഒരു ആംഗ്യത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡായിരുന്നു മിസ് സുള്ളിവന് ഉണ്ടായിരുന്നത്. മിസ് സുള്ളിവൻ വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ചിൽഡ്രൻസ് ക്യൂരിയോസിറ്റി ഷുഡ് ബി എൻകറേജ്ഡ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ്. അപ്പോൾ മിസ് സുള്ളിവൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ക്യൂരിയോസിറ്റി എന്ത് ചെയ്യണം? നമ്മൾ തീർച്ചയായും എൻകറേജ് ചെയ്യണം, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. ഷീ സെൻഡ് റെഗുലർ റിപ്പോർട്ട് ഓൺ ഹെലൻസ് പ്രോഗ്രസ് ടു പെർക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹെലൻ വാസ് ടേക്കൺ ടു വേരിയസ് പ്ലേസസ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ. അപ്പോൾ സുള്ളിവൻ എന്ത് ചെയ്യുമായിരുന്നു? പിന്നെ ഹെലൻ്റെ പ്രോഗ്രസ്സിനെ കുറിച്ചുള്ള ഡെയിലി റിപ്പോർട്ട് പാർക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അയക്കുമായിരുന്നു. അങ്ങനെ ഹെലന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് ഹെലനെ കൊണ്ടുപോയി. ഹെലൻസ് അറ്റംപ്റ്റ് ടു ലേൺ ടു സ്പീക്ക്. ഹെലൻ കെയിം ടു നോ ഓഫ് എ ബ്ലൈൻഡ് ആൻഡ് ഡെഫ് നോർവേൻ ഗേൾ ഹു ഹാഡ് ബീൻ ടോട്ട് ടു ടോക്ക്. ഹെലൻ ഒരു പ്രാവശ്യം ഒരു നോർവേൻ ഗേള്, ബ്ലൈൻഡായിട്ടും ഡെഫായിട്ടുമുള്ള ഒരു നോർവേൻ ഗേളിനെ കണ്ടുമുട്ടുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. ഹെലൻ ക്വിക്ക്ലി സ്പെൽറ്റ് ഇൻ ടു ദ ഹാൻഡ് ഓഫ് ഹെർ ടീച്ചർ, ഐ വാണ്ട് ടു സ്പീക്ക്. ഹെലൻ പെട്ടെന്ന് എന്താണ് പിന്നെ ടീച്ചറുടെ കയ്യിൽ നിന്ന് വിട്ടിട്ട് എന്താണ് പറഞ്ഞത്? എനിക്ക് സംസാരിക്കണം. മിസ് സുള്ളിവൻ ടുക്ക് ഹർ ടു മിസ് ഫ്യുള്ളർ, ദ പ്രിൻസിപ്പാൾ ഓഫ് എ സ്കൂൾ മീൻറ്റ് ഫോർ ഡെഫ് ആൻഡ് ഡംബ്. മിസ് സാറ ഫുള്ളർ, ദ പ്രിൻസിപ്പൽ ഓഫ് ഹൊറേസ് മാൻ സ്കൂൾ ഓഫ് ദ ഡെഫ്, അഗ്രീഡ് ടു ടീച്ച് ഹെലൻ ഹെർസെൽഫ്. അപ്പം മിസ് സുള്ളിവൻ അവളെ മിസ് ഫുള്ളർ എന്ന് പറയുന്ന അവരുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ മിസ് സാറ ഫുള്ളറുണ്ട്, ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ, അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഹെലന് അവളായിട്ട് തന്നെ സംസാരിക്കാനായിട്ട് എഗ്രി ചെയ്യുന്നു, അതിന് സമ്മതം കൊടുക്കുന്നു. ഷീ ടുക്ക് ഹെലൻസ് ഹാൻഡ് ആൻഡ് മെയ്ഡ് ഹെർ ഫീൽ ദ പൊസിഷൻ ഓഫ് ഹെർ ടങ് ആൻഡ് ലിപ്സ്. Each time she made a different sound and then told Helen to try to imitate her. അപ്പോൾ അങ്ങനെ ഈ ഹെലൻ എന്ത് ചെയ്യാണ്? അവർ ഹെലൻ്റെ കൈകൾ എടുത്തുകൊണ്ട് അവരുടെ ആ ഒരു പൊസിഷൻ, ടങ്കിൻ്റെയും ലിപ്പിൻ്റെയും ആ ഒരു പൊസിഷനും വെച്ച് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് ലിപ്പിലിങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർ ഓരോ സൗണ്ട് പറയുമ്പോഴും ആ ഹാൻഡിൻ്റെ ആ മൂവ്മെൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക? അത് ഏത് സൗണ്ടാണെന്ന് ഈ ഹെലൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. വിത്ത് അൺറെമിറ്റിംഗ് എഫോർട്ട് ഹെലൻ കണ്ടിന്യൂഡ് ഹെർ ലെസൺ ഇൻ ആർട്ടിക്കുലേഷൻ. അപ്പോൾ ഈ ഒരു വലിയൊരു എഫോർട്ട് എടുത്തുകൊണ്ട് ഹെലൻ അവളുടെ ആ ഒരു ആർട്ടിക്കുലേഷൻ ലെസൺ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഷീ റിപ്പീറ്റഡ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് ഫോർ അവേഴ്സ് യൂസിങ് ഹെർ ഫിംഗേഴ്സ് ടു ക്യാച്ച് ദ വൈബ്രേഷൻ ഓഫ് സുള്ളിവൻസ് ത്രോട്ട്, ദ മൂവ്മെൻറ്റ് ഓഫ് ഹെർ ടങ് ആൻഡ് ലിപ്സ്. അപ്പോൾ ഹെലൻ എന്താ ചെയ്തത്? ഒരുപാട് വേർഡുകളും സെൻറ്റൻസുകളും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അവളുടെ ആ ഒരു ഫിംഗർ ക്യാച്ചിലൂടെ, അതായത് സുള്ളിവൻ്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ആ വൈബ്രേഷനിലൂടെയും അവരുടെ ടങ്ങിൻ്റെയും ലിപ്പിൻ്റെയും ആ മൂവ്മെൻറ്റിലൂടെയും ഒക്കെ ഒരുപാട് വേർഡ്സും സെൻറ്റൻസുകളും ഒക്കെ പഠിച്ചു. അറ്റ് ദ ഏജ് ഓഫ് 16 ഷീ ഡെലിവേർഡ് ഹെർ ഫസ്റ്റ് പബ്ലിക് അഡ്രസ് ടു ദ അമേരിക്കൻ അസോസിയേഷൻ ടു പ്രൊമോട്ട് ദ ടീച്ചിങ് ഓഫ് സ്പീച്ച് ടു ദ ഡെഫ്. അവളുടെ 16-ാമത്തെ വയസ്സിൽ അവൾ എന്ത് ചെയ്യാണ്? ഒരു അമേരിക്കൻ അസോസിയേഷനിൽ പ്രൊമോട്ടിങ് ടീച്ചിങ് ഓഫ്, അതായത് ഡെഫായിട്ടുള്ള കുട്ടികളെ എങ്ങനെ ടീച്ച് ചെയ്യാം, അതെങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പ്രസംഗം ഒരു അമേരിക്കൻ അസോസിയേഷനിൽ നടത്തുന്നു. Helen's work and her university education. Helen was a voracious reader. When she was 11, she wrote a little story of her own, The Frost
king and sent it to Perkins Institution as a birthday present. ഹെലൻ ഒരു വൊറാഷ്യസ് ആയിട്ടുള്ള ഒരു റീഡറായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ 11ാമത്തെ വയസ്സിൽ അവളുടേതായിട്ടുള്ള ഒരു ചെറിയൊരു കഥ എഴുതി, ദ ഫ്രോസ്റ്റ് കിങ് എന്ന പേരിൽ എഴുതുകയും അങ്ങനെ പെർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവളുടെ ബർത്ത്ഡേ പ്രസൻ്റായിട്ട് കൊടുക്കുകയും ചെയ്തു. ദ സ്റ്റോറി വാസ് പബ്ലിഷ്ഡ്. ആ സ്റ്റോറി പബ്ലിഷായി. വൺ റീഡർ വാസ് സ്ട്രക്ക് ബൈ ഇറ്റ്സ് റിസംബ്ലൻസ് ടു എ സ്റ്റോറി കോൾഡ് ഫ്രോസ്റ്റ് ഫെയറീസ് ബൈ മാർഗരറ്റ് ക്യാൻഡി. അപ്പോൾ ഒരു റീഡർ സ്ട്രക്ക് ചെയ്യുകയാണ്, അതായത് ഇതിന് മാർഗരറ്റ് ക്യാൻബിയുടെ ഫ്രോസ്റ്റ് ഫെയറീസ് എന്ന് പറയുന്ന സ്റ്റോറിയുമായിട്ട് സാദൃശ്യമുള്ളതായിട്ട് പറയുന്നു. The two stories were compared and the conclusion was that Helen had read Canby's story before she wrote her own. അപ്പോൾ ഈ സ്റ്റോറിയുടെ സ്റ്റോറികൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ ഹെലൻ റീഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ക്യാൻവയുടെ സ്റ്റോറി അതിന് മുൻപ് തന്നെ അവൾ ഇത് എഴുതിയിരുന്നു. ബട്ട് ക്യാൻബീസ് സ്റ്റോറി ഹാഡ് നെവർ ബീൻ പബ്ലിഷ്ഡ് ഇൻ ബ്രെയിലി. പക്ഷേ ക്യാൻബിയുടെ സ്റ്റോറി ഒരിക്കലും ഒരു ബ്രെയിലി ലിപിയിൽ പബ്ലിഷ് ചെയ്തിരുന്നില്ല. സമ്മൺ മസ്റ്റ് ഹാവ് റീഡ് ദ സ്റ്റോറി ടു ഹെലൻ. കുറച്ച് പേര് ഹെലൻ്റെ സ്റ്റോറി തന്നെയാണെന്ന് പറഞ്ഞിരുന്നു. ദ ഐഡിയ ഓഫ് ദ സ്റ്റോറി ഹാഡ് സ്ട്രക്ക് ഇൻ ഹർ റിമാർക്കബിളി ഇൻറ്റൻറ്റീവ് മെമ്മറി ലോങ് ആഫ്റ്റർ ദ സ്റ്റോറി ഇറ്റ് വാസ് ഫോർഗട്ടൺ. അപ്പോൾ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള ഈ ഒരു ഐഡിയ അവളുടെ ആ ഒരു മെമ്മറിയിൽ ഒരുപാട് കാലം അങ്ങനെ നിൽക്കില്ല, കുറേ കഴിയുമ്പോൾ അത് മറന്നു പോകുമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് അൺഫെയർ ടു കോൾ ഹർ വർക്ക് ആസ് എ പീസ് ഓഫ് പ്ലാജിയറിസം. പക്ഷേ ഒരു അൺഫെയർ ആയ രീതിയിൽ ആ ഒരു വർക്കിനെ എന്തിനാണ് വിളിച്ചിരുന്നത്? പീസ് ഓഫ് പ്ലാജിയറിസം. അതൊരു കോപ്പി അടിച്ചൊരു പീസാണെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചിരുന്നു. സം ഇയേഴ്സ് ലേറ്റർ ഹെലൻ ഹാഡ് പബ്ലിഷ്ഡ് അനദർ ബുക്ക് എൻടൈറ്റിൽഡ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഹെലൻ വേറെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു. അതിൻ്റെ പേര് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നായിരുന്നു. ഹെലൻ വെൻറ്റ് ടു വാഷിങ്ടൺ ഫോർ ദ ഇനാഗ്രേഷൻ ഓഫ് പ്രസിഡൻറ്റ് ക്ലെവർലാൻഡ് ആൻഡ് ദെൻ വിസിറ്റഡ് ദ നയാഗ്ര ഫാൾസ്. അപ്പോൾ ഹെലൻ വാഷിങ്ടണിലേക്ക് പോവുകയാണ്. ക്ലെവർലാൻഡ് എന്ന് പറയുന്ന പ്രസിഡൻറ്റിൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് അവിടേക്ക് പോകുമ്പോൾ അവൾ നയാഗ്ര വെള്ളച്ചാട്ടം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഷീ ജോയിൻഡ് റാൻക്ലിഫ് കോളേജ് ആൻഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഹിസ്റ്ററി ആൻഡ് ലിറ്ററേച്ചർ, ജർമ്മൻ, ലാറ്റിൻ ആൻഡ് അരിത്തമെറ്റിക്. അവൾ അതിനുശേഷം റാൻക്ലിഫ് കോളേജിൽ ചേരുകയും അവിടെ വെച്ച് ഇംഗ്ലീഷ് ഹിസ്റ്ററിയും ലിറ്ററേച്ചറും ജർമ്മനും ലാറ്റിനും അരിത്തമെറ്റിക്കും ഒക്കെ പഠിക്കുന്നു. ഷീ വർക്ക്ഡ് ആൻഡ് പ്ലേഡ് വിത്ത് അതർ നോർമൽ ഗേൾസ്. മറ്റ് സാധാരണ കുട്ടികളുമായിട്ട് തന്നെ അവൾ വർക്ക് ചെയ്യുകയും കളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇൻ 1904 ഷീ ഗ്രാജുവേറ്റഡ് വിത്ത് ഹോണേഴ്സ് ആൻഡ് ബിക്കം ദ ഫസ്റ്റ് വെൽ എഡ്യൂക്കേറ്റഡ് ഡെഫ് ആൻഡ് ബ്ലൈൻഡ് ഗേൾ ഇൻ ദ വേൾഡ്. അപ്പോൾ 1904 അവൾ ഗ്രാജുവേറ്റ് ആവുകയും അങ്ങനെ ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ആദ്യമായിട്ട് ഇത്രയും നല്ല എഡ്യൂക്കേഷൻ ലഭിച്ച ബധിരയും മൂകയുമായിട്ടുള്ള പെൺകുട്ടികളിൽ ഒരാളായിട്ട് അവൾ തീർന്നു. Who do people of all countries admire Helen Keller? Why do people of all countries admire Helen Keller? എന്തുകൊണ്ടാണ് ഈ ലോകത്തിലെ എല്ലാ ആളുകളും ഹെലൻ കെല്ലറിനെ ആരാധിക്കുന്നത്? Though she was terribly handicapped from her childhood, she fought against her disabilities with determination and became one of the greatest women of the world. അപ്പോൾ അവൾ വളരെയധികം ഭീകരമായ ഒരു എല്ലാ തരത്തിലും ഹാൻഡിക്യാപ്ഡ് മൂകയും ബധിരയുമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ചൈൽഡ്ഹുഡ് മുതലേ അങ്ങനെ ആയിരുന്നിട്ട് കൂടിയും അവളുടെ ആ ഡിസേബിലിറ്റിയോടൊക്കെ അതിനെതിരെയൊക്കെ സമരം ചെയ്ത് ഒരു വലിയൊരു ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു വലിയൊരു സ്ത്രീയായിട്ട് തീർന്ന ഒരാളാണ് നമ്മുടെ ഹെലൻ കെല്ലർ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അവളെ ആരാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു.